ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡോർ മാറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസ് തുണികൾ കൊണ്ടാണിത് നല്ല മനോഹരമായി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ അളവ് നോക്കാം. 14 ഇഞ്ചാണ് ഇതിൻ്റെ നീളം, വീതി 20 ഇഞ്ചാണ്. അപ്പം ലെങ്ത് 14 ഇഞ്ചാണ്, വിഡ്ത്ത് 20 ഇഞ്ചാണ്. ഇതേ അളവിലൊരു പീസ് തുണി എടുക്കുക. ശേഷം 4 സൈഡിൽ നമ്മൾ 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു പോവുക. നമുക്കിത് വരച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പം 4 സൈഡിലും 2 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ആ കോർണർ ഭാഗത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. ഇപ്പോൾ 4 സൈഡ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 2 ഇഞ്ച് വീതമാണ്. അപ്പോൾ ഈ 2 പോയിൻറ്റും കൂടി ചേർത്ത് 2 സൈഡിലേയും കൂടി ചേർത്തിട്ടാണ് നമ്മൾക്ക് വരച്ച് കൊടുക്കേണ്ടത്. ആ 2 സൈഡിലേയും കൂടി നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ 2 ഭാഗം കൂടി ചേർത്ത് വരച്ച് കൊടുക്കുക. ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണർ വരെ വരച്ച് കൊടുക്കണം. നിങ്ങളെടുക്കുമ്പോൾ കട്ടിയുള്ള കോട്ടൺ തുണി എടുക്കുക. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോർണർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ വരച്ചത് കൊണ്ട് അവിടെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കി 2 കോർണറിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് കോർണർ കൂടി വരച്ച് കൊടുക്കണം. ആ 2 പോയിൻ്റ് കൂടി ചേർത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 2 കൂടി ചേർത്ത് വരയ്ക്കുക. നല്ല കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരച്ച് പോകാം. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ തുണി എടുത്തത്. ഈ കളറ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത കോർണറിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത് ഇത് നല്ല കോട്ടൺ കട്ടിയുള്ളതാണ്. ഇപ്പോൾ ഇതിൽ വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ബാക്ക് സൈഡാക്കി ഇടുക. ശേഷം ഇതേ സെയിം കളർ ഒരു തുണി കൂടി കൊടുക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസ് തുണികൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള അധികം കട്ടിയുള്ളതൊന്നുമല്ല ഞാൻ എടുത്തിരിക്കുന്നത്. കോട്ടൺ മാത്രമല്ല, സിന്തറ്റിക് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. കോട്ടണും അധികം കട്ടിയുള്ളതൊന്നും എടുത്തിട്ടില്ല ഞാൻ. നല്ല കട്ടിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ 18 നമ്പർ നീഡിൽ ഉപയോഗിക്കണം. ഞാനിപ്പോൾ 16 നമ്പറിലാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 വശവും ഒരേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് വേറെ ഒരു ലൈനിങ്ങും കൂടി വയ്ക്കുന്നുണ്ട്.
അപ്പോൾ 4 അരികും ക്ലിയറായിട്ട് വെച്ചതിന് ശേഷം ലൈനിങ് വെച്ചിട്ട് നമുക്ക് നമ്മളാ വരച്ച ആ മെയിൻ ഫാബ്രിക് നമുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അടിയിലത്തെ പീസ് രണ്ടും കൂടി ഒരേ ലെവലിലാണോ എന്ന് നോക്കിയിട്ട് വേണം ഇത് പിൻ ചെയ്ത് വെക്കാൻ. അപ്പോൾ അടുക്കെ നിങ്ങൾ 4 സൈഡും പിൻ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പിൽ കൂടിയെല്ലാം അതിൻ്റെ ചെറിയ ചെറിയ പീസല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്, അതൊക്കെ അങ്ങ് താഴേക്ക് പോകും. അതുകൊണ്ട് അടുക്കെ നിങ്ങൾ പിൻ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ വര കൊടുത്തെടുത്ത് തയ്ച്ച് കൊടുത്താൽ മതിയാകും. ഇടയ്ക്കൊക്കെ അങ്ങിങ്ങായിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്നതനുസരിച്ച് അതേപോലെ തന്നെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക. ഇപ്പം നമുക്കത് സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വരച്ചതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇത് കറക്റ്റ് ലെവലിന് കട്ട് ചെയ്തിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് പൈപ്പിംഗ് കൊടുക്കണം. ഇപ്പോൾ വെറുതെ നമ്മൾ കത്തിച്ച് കളയുന്ന തുണി കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പൈപ്പിംഗ് കൊടുക്കുകയാണ്. ഒരു 3/4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടാണ് ഇനി ഞാൻ ഇപ്പോൾ ഇതിനിങ്ങനെ സെപ്പറേറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ബോർഡർ കൊടുക്കാവുന്നതാണ്. ഫുള്ള് ഒരു പീസ് എടുത്ത് നിങ്ങൾക്ക് കൊടുക്കാം പെട്ടെന്ന് പൈപ്പിംഗ് കൊടുക്കാൻ. ഇപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് നല്ല യൂസ്ഫുള്ളും അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഇപ്പോൾ കട്ടിയുള്ള കോട്ടണൊന്നും വയ്ക്കാത്തത് കൊണ്ട് പെട്ടെന്ന് അത് നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും. മുകളിൽ നമ്മൾ കോട്ടനാണ് വെച്ചിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള കളർ ഉപയോഗിച്ച് ഇതേപോലെ വേസ്റ്റ് തുണി വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. വീട്ടിൽ അത്യാവശ്യം വേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി സ്നേഹം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്. ഇതാ നല്ല ഭംഗിയില്ലേ? ഇപ്പോൾ 2 സൈഡ് നമ്മൾക്ക് ഉപയോഗിക്കാം.